മഴക്കാലം തുടങ്ങുകയായി. വിവിധതരം രോഗങ്ങളായിരിക്കും ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ വർദ്ധിക്കുകയും അത് നമ്മളുടെ പലതരം പനികളിലേക്കൊക്കെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഡെങ്കി ഫീവർ ആണ് അതിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കി ഫീവർ എന്ന് പറയുന്നത്, ഡെങ്കിപ്പനി. എയ്ഡ്സ് എന്ന കൊതുകിൻ്റെ കടിയിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന പനി, കടുത്ത തലവേദന, കണ്ണിന് പിന്നിലെ വേദന, ശരീരവേദന, സന്ധിവേദന, ക്ഷീണം, ചിലപ്പോൾ ചർമ്മത്തിൽ ചുവന്ന പാടുകൾ എന്നിവയാണ്. അതുപോലെ തന്നെ ഡെങ്കിപ്പനിയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് സാധാരണമാണ്. സാധാരണയായി പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ്. ഡെങ്കിപ്പനി ബാധിക്കുമ്പോൾ ഇത് വളരെ കുറഞ്ഞു വരും. എന്നാൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് മാത്രം ഒരു അപകട സൂചനയല്ല. പ്ലേറ്റ്ലെറ്റ് കുറയുന്നതിനോടൊപ്പം രക്തസ്രാവവും, കടുത്ത വയറുവേദന, തുടർച്ചയായ ഛർദി, അതുപോലെ ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിയിരിക്കണം. പനി വന്നാൽ സ്വയം മരുന്ന് കഴിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക. അതുപോലെ ശരീരത്തിൽ എപ്പോഴും ജലത്തിൻ്റെ അംശം നിലനിർത്തുക. നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ പാടില്ല. ധാരാളം വെള്ളവും പഴച്ചാറുകളും കുടിച്ച് ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്തണം. അതുപോലെ നല്ലപോലെ വൈറ്റമിൻ ഫ്രൂട്ട്സുകളും ഒക്കെ കഴിക്കണം. ഡെങ്കിപ്പനി തടയാൻ വീടിന് പരിസരത്തിനും ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ടയറ്, ബക്കറ്റ്, പൂച്ചട്ടി, തേങ്ങയുടെ ഇതില്ലേ അതിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നത്. ശുദ്ധജലത്തിലാണിത് കൂടുതലും പെറ്റുപെരുകുന്നത്. അതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം. അതുപോലെ കൊതുക് വലയും റിപ്പല്ലൻറ്റുകളും ഒക്കെ ഉപയോഗിക്കുക. ഓർക്കുക, ഡെങ്കിപ്പനിക്കെതിരെ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം ശുചിത്വവും ജാഗ്രതയുമാണ്. ഡെങ്കിപ്പനിയെ നമുക്ക് തടയാം. ആരോഗ്യകരമായ ഒരു നാളെയെ സംരക്ഷിക്കാം. താങ്ക് യു.